എല്ലായിടത്തു നിന്നും ഗംഭീര പ്രേക്ഷക പ്രതികരണങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് പ്രേക്ഷകരോട് നന്ദി പറയാനും അതോടൊപ്പം തന്നെ നമ്മൾ പ്രീ റിലീസ് പ്രസ് മീറ്റ് വെച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ആ സന്തോഷം പോസ്റ്റ് റിലീസിൽ വെക്കാമെന്ന് തന്നെയായിരുന്നു തീരുമാനിച്ചിരുന്നത്. കാരണം പടത്തിൽ സസ്പെൻസുകൾ ഉണ്ടായിരുന്നത് കൊണ്ട് ആളുടെ മുഖം പടം ഇറങ്ങുന്നത് നിങ്ങൾക്ക് അറിയാമായിരുന്നെങ്കിലും വെളിയിൽ കാണിക്കേണ്ട എന്ന് കരുതിയാണ് പ്രീ മീറ്റിംഗ് ഒന്നും വെക്കാതിരുന്നത്. അപ്പോൾ അബ്രഹാം ഓസ്ലറിൻ്റെ സക്സസ് പ്രസ് മീറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിനു മുൻപ് പ്രസ് മീറ്റ് വെച്ചപ്പം പറഞ്ഞ പോലെ ഇത്രയും വലിയൊരു ക്യാമറകളുടെ സാന്നിധ്യം, ഇത്രയും അധികം ക്യാമറകളുടെ സാന്നിധ്യം ഇല്ലായിരുന്നു. പിന്നെ ഇവരൊന്നും പ്രത്യേകിച്ച് ആമുഖങ്ങളില്ലാതെ ആമുഖങ്ങളുടെ ആവശ്യമില്ല, അതുകൊണ്ട് തന്നെ പരിചയപ്പെടുത്തുന്നൊന്നുമില്ല. എന്നാലും വേണമെങ്കിൽ ഇത് മിസ്റ്റർ ജയറാം, ഇത് മിസ്റ്റർ മമ്മൂട്ടി, പിന്നെ അപ്പുറത്തെ അനുസരിച്ച് അറിയാലോ, അത് ആ കണ്ണട വെച്ചിരിക്കുന്ന ആളാണ് തേനി ഈശ്വർ. നമുക്ക് വിളിക്കുന്ന പോലെ മാപനും ക്യാമറാമാൻ തേനി ഈശ്വരാണ് ഇരിക്കുന്നത്. നമസ്കാരം. ഒരുപാട് സന്തോഷം എങ്ങനെ പറഞ്ഞറിയിക്കണം, ഇത് എത്രത്തോളമാണെന്ന് പറയാൻ പറ്റില്ല. അതിനൊക്കെ മുകളിലാണ്. കാരണം ഇത്രയും കഴിഞ്ഞ കുറേ വർഷത്തെ സിനിമാ ജീവിതത്തിൽ വളരെ ഒരു ഗ്യാപ്പിന് ശേഷമാണ് ഒരു മലയാള സിനിമ ഞാൻ ചെയ്യുന്നത്. ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ ഇതിൻ്റെ പേര് അനൗൺസ് ചെയ്തപ്പോൾ തന്നെ വലിയൊരു ഫീഡ്ബാക്കാണ് കിട്ടിയത് മലയാളി പ്രേക്ഷകരിൽ നിന്ന്. തിരിച്ച് എൻ്റെ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇറങ്ങിയപ്പോൾ അതിനും വളരെ നല്ല ഇതാണ് കിട്ടിയത്. അങ്ങനെ ഈ സിനിമയുടെ പല ഘട്ടങ്ങളിലും ഓരോ പോസ്റ്ററുകൾ റിലീസ് ചെയ്യുമ്പോഴും എല്ലാം ട്രെയിലർ റിലീസ് ചെയ്യുന്ന സമയത്ത് വരെ ഇതിന് കിട്ടിയ ഫീഡ്ബാക്ക് ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള മലയാളികൾ ഇത്രയേറെ എന്നെ വിളിച്ച് അവരുടെ സന്തോഷവും ഇതൊന്നും അറിയിച്ചിട്ടും ഷെയർ ചെയ്തിട്ടുള്ള മറ്റൊരു സിനിമകളും സമീപത്തിലേക്ക് ഉണ്ടായിട്ടില്ല. അതിനുശേഷം ആളുകൾക്ക് സംശയമായി, ഇതിനകത്ത് മറ്റൊരു മുഖം കൂടി ഉണ്ടോ, അദ്ദേഹം ഉണ്ടോ എന്ന് എൻ്റെ അടുത്ത് പലരും ചോദിച്ചു തുടങ്ങി. അപ്പം ഞാനത് ഇന്നൊക്കെ ഒഴിഞ്ഞൊഴിഞ്ഞ് മാറുകയായിരുന്നു. കാരണം എവിടെയാണത് വരുന്നത്, എന്താണെന്നുള്ളത് പ്രേക്ഷകർ തിയേറ്ററിൽ തന്നെ കണ്ട് മനസ്സിലാക്കുന്നതാണ്. ഞാൻ പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, അതെന്തായാലും അവിടെ വെട്ടിക്കും തിയേറ്ററിനകത്ത്. ഒരു പൊട്ടല് ആ വിട്ടുപൊട്ടുന്ന പോലെ, അത്രമാത്രം ഞാൻ പറഞ്ഞുള്ളൂ. അത് തന്നെ തിയേറ്ററിൽ സംഭവിക്കുകയും ചെയ്തു. മാത്രമല്ല, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ സെൻറ്റേഴ്സിലും ഇന്നലെ രാത്രി തന്നെ എക്സ്ട്രാ ഷോസ് 150 പരം സ്ക്രീൻ എക്സ്ട്രാ വരിക. അതിനേക്കാൾ കൂടുതൽ ഇന്ന് വരുന്നു. കേരളത്തിന് പുറത്തായാലും ഇപ്പോൾ ബാംഗ്ലൂർ, ചെന്നൈ എല്ലാ സ്റ്റേഷൻസും ഹൗസ്ഫുള്ളായി മാറുക. ഒരേപോലെ തന്നെ സാധാരണ സിനിമയ്ക്ക് രണ്ട് അഭിപ്രായം എപ്പോഴും പറയും. ഒപ്പീനിയൻ ഉണ്ട്, പക്ഷെ കളക്ഷൻ ഇല്ല, അല്ലെങ്കിൽ കളക്ഷൻ ഉണ്ട്, ഒപ്പീനിയനോട് കയറുന്നില്ല. അങ്ങനെ പല തരത്തിലുള്ള പറയും. ഇതെല്ലാം കൊണ്ടും, ഒപ്പീനിയനും കളക്ഷനും എല്ലാം കൊണ്ടും ഒരേപോലെ ഒരു സിനിമ കിട്ടുക എന്ന് പറയുന്നത് വളരെ ഭാഗ്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. പിന്നെ പ്രത്യേകിച്ച് ഞാൻ പറയേണ്ടതില്ല, എനിക്ക് വേണ്ടി മാത്രം വന്ന് ഈ കഥാപാത്രം ചെയ്തത് നമുക്ക് താങ്ക് യു. പിന്നെ ഇതിനകത്ത് അഭിനയിച്ച ബാക്കി എല്ലാ ആർട്ടിസ്റ്റും എല്ലാവരും ഉണ്ട്. പ്രത്യേകിച്ച് ഇവിടെ ഞാൻ നന്ദി പറയേണ്ടത് തേനി ഈശ്വർ സാറിനോടാണ്. ഇത്ര മനോഹരമായിട്ട് ഓരോ ഫ്രെയിമും ഞങ്ങളെ ഇത്ര സുന്ദരമായി കാണിച്ചു തന്നതിന്. കഥയിൽ തന്നെ പ്രസന്റും 1983 ഇവരുടെ ഫ്ലാഷ് ബാക്ക് വരുമ്പോൾ മറ്റൊരു തരത്തിലും എല്ലാം ചെയ്ത് ഈ സിനിമ ഇത്ര മനോഹരമായിട്ട് നയ്യാ உங்களுக்கு ரொம்ப വണക്കത്തെ தெரிவிச்சு കൊള്ളുക. പിന്നെ ഇതിൻ്റെ റൈറ്റർ കൃഷ്ണ സർ, പ്രത്യേകിച്ച് ഇവിടെ പറയേണ്ടത് നമ്മുടെ മുകുന്ദൻ മ്യൂസിക് ഡയറക്ടർ തകർത്തിരിക്കുകയാണ്. ബാക്കി എല്ലാവരും ഒരുപാട് സന്തോഷം. പ്രത്യേകിച്ച് എൻ്റെ മലയാളി പ്രേക്ഷകരോടാണ് നന്ദി പറയേണ്ടത്. ഇങ്ങനെ ഈ സിനിമ ഇത്രത്തോളം അവരവിടെ സ്വീകരിച്ചതിനുള്ള ഒരു നന്ദി കൂടി പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ പ്രസ് മീറ്റ്. താങ്ക് യു സോ മച്ച്. അടുത്തത് ബാറ്റൺ കൈമാറുന്നു. നമ്മുടെ നിർദ്ദേശം പറയല്ല, സിനിമ സ്വീകരിക്കപ്പെട്ടു എന്നുള്ളതിന് വലിയ സന്തോഷം. ഞാൻ സിനിമയിലും അതിഥിയാണ്, ഇവിടെയും ഒരു അതിഥിയാണ്. അതെ, സിനിമ വിജയമാകുന്നതിൻ്റെ അതിനൊരു ഭാഗമാകുന്നത് എല്ലാവർക്കും സന്തോഷമുള്ള കാര്യമാണ്. എനിക്കും അതെ. ജയറാമിനുള്ള സ്നേഹത്തിനപ്പുറം ഈ കഥാപാത്രത്തിനുള്ള സ്നേഹം കൂടെയാണ് എന്നെ ഈ സിനിമയിലേക്ക് ആകർഷിച്ചത്. പിന്നെ കഥാപാത്രം സിനിമയിൽ കുറച്ച് സമയമുണ്ടെങ്കിലും പ്രധാനപ്പെട്ട
പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം തന്നെയാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അത് ആരെന്നുള്ള ഒരു പ്രതീക്ഷ പ്രേക്ഷകരും സിനിമ കാണുന്നത് മുതൽ ഉണ്ടാവും. പിന്നെ അതിൻ്റെ സസ്പെൻസ് ഒരു പരിധിവരെയൊക്കെ സൂക്ഷിച്ചു കുറേ കാലം. ജയറാമിൻ്റെ കയ്യിൽ നിന്ന് തന്നെ പോയി ഒരു പ്രാവശ്യം. പക്ഷേ പ്രേക്ഷകർക്ക് ഒരു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു 80% പേർക്കും ഉറപ്പുണ്ടായിരുന്നു. പക്ഷേ എന്ത് കഥാപാത്രമാണെന്നതിനെ പറ്റി മാത്രമേ വലിയ ഒരു ഉറപ്പില്ലാത്തതുള്ളൂ. ഏതായാലും അതിൻ്റെ ഒരു ഉദ്ദേശിച്ച എല്ലാ ഫലങ്ങളും സിനിമയ്ക്ക് ഉണ്ടായി എന്നുള്ള അറിയുന്നതിനുള്ള സന്തോഷം. സാധാരണ നമ്മുടെ സിനിമയ്ക്ക് മുമ്പാണ് ഇങ്ങനെയുള്ള വീരവാദങ്ങൾ മുഴക്കുന്നത്. ഇപ്പോൾ ഈ സിനിമയ്ക്ക് ഇതിൻ്റെ സത്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതിയാവുമെന്ന് തോന്നുന്നു. ഞാൻ ഒരുപാട് പറയുന്നില്ല. ഈ പുറകിലിരിക്കുന്ന കുട്ടികളാണ് ഈ സിനിമയുടെ ഒരു വലിയ ഭാഗം. അവർക്കൊക്കെ വലിയ അത്ഭുതമാണിത്. അതൊക്കെ അനുഭവമാവുന്ന പലരുമുണ്ട്. സിനിമയെന്ന സ്വപ്നം കണ്ട് അത് യാഥാർത്ഥ്യമാക്കിയതിന് സന്തോഷമുള്ള ഒരു മുഖത്തുണ്ട്. നാളെയുടെ വാഗ്ദാനങ്ങളാണ്. ഭാവി സിനിമ അവരുടെ കയ്യിലാണ്. അവർക്ക് നിങ്ങൾ വേണ്ട പ്രോത്സാഹനം കൊടുക്കണം, നിങ്ങളെയൊക്കെ വളർത്തിയതുപോലെ. ഏതായാലും ഈ സിനിമയിലെ കഥാപാത്രത്തെ അനശ്വരമാക്കിയ അനശ്വര രാജൻ. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട്. ഇന്നലെ പടം റിലീസായി നല്ല റെസ്പോൺസാണ് എല്ലായിടത്തും കിട്ടുന്നത്. എനിക്ക് ഈ സിനിമ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട, എൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു സിനിമയാണ് ഹോസ്റ്റൽ. ഒരു നല്ല ക്രൂ, നല്ല സിനിമ, അങ്ങനെയാണ് എനിക്ക് നല്ല ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ്. അതിൽ മിഥുൻ ചേട്ടൻ എന്ന് പറയുന്ന സമയത്ത് എനിക്ക് ഒരു നല്ല ടീച്ചറായി, നല്ല മെൻറ്ററായി, ബട്ട് അറ്റ് ദ സെയിം ടൈം ഒരു നല്ല ഫ്രണ്ടിനെ പോലെ കൂടെ നിന്ന് എല്ലാം പറഞ്ഞു തന്ന മിഥുൻ ചേട്ടൻ. ജനമേട്ടനോട് ഈ കോമ്പിനേഷൻ സീൻസ് എനിക്ക് ഉണ്ടായിട്ടില്ല. ബട്ട് നമ്മൾ വേറെ സെറ്റിൽ നമ്മളെ കാണുന്ന സമയത്ത് ഹോസ്റ്റലിനെ പറ്റി കുറേ സംസാരിക്കുമായിരുന്നു. ആൻഡ് മമ്മൂക്കയുടെ കൂടെ കോമ്പിനേഷൻ സെറ്റിൽ എവിടെയും കാണാൻ പറ്റിയിട്ടില്ല. ബട്ട് മമ്മൂക്ക ഭാഗമായ സിനിമയിൽ ഒരു റോള് ചെയ്യാൻ പറ്റുക, അത് പ്രേക്ഷകർ ഏറ്റെടുക്കുക എന്നുള്ളത് ഒരു വലിയ കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. ആ സിനിമയുടെ ഒരു ചെറിയ ഭാഗമാവാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. പിന്നെ തേനി സാറിന് എനിക്കിപ്പം ഒരു ഫ്രെയിമും കാണുന്ന സമയത്ത് അത്രയും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് എന്നെയും എല്ലാവരെയും പോർട്രേ ചെയ്ത തേനി സാർ. ഒരു DOP എന്നതിനപ്പുറം എനിക്ക് ഓരോ ഷോട്ടിൻ്റെ സമയത്തും അപ്പടി പണ്ണാൻ നല്ലവർക്കും എന്ന് പറഞ്ഞ് എനിക്ക് ഓരോന്നും പറഞ്ഞിരുന്നത് തേനി സാർ. പിന്നെ പടത്തിൻ്റെ റേഞ്ച് തന്നെ മാറ്റിയ, എല്ലാ ബാക്ക്ഗ്രൗണ്ട് സ്കോർ മ്യൂസിക്കിൻ്റെ റേഞ്ച് തന്നെ മാറ്റിയ മിഥുൻ ചേട്ടൻ. പിന്നെ എല്ലാവരും എൻ്റെ കൂടെ, എൻ്റെ വർക്ക്, ഇവരെയാണ് ഞാൻ സെറ്റിൽ ആദ്യം തൊട്ട് അവസാനം വരെ കണ്ടിരിക്കുന്നത്. ഇവരെല്ലാവരുമാണ് എൻ്റെ കൂടെ നിന്ന് എനിക്ക് സപ്പോർട്ട്, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഗിവ് ആൻഡ് ടേക്ക് തന്ന് എൻ്റെ കൂടെ നിന്ന ഇവരെല്ലാവരും. അപ്പം എല്ലാവരോടും എനിക്കൊരു വലിയൊരു താങ്ക് യു പറയാനുണ്ട്. മമ്മൂക്കയുടെ കഥ പറഞ്ഞപ്പോൾ ഈ കഥാപാത്രത്തിൽ ഞാൻ സിനിമ കണ്ടപ്പോൾ മമ്മൂക്കയുടെ എൻട്രിയിൽ ഭയങ്കര ഹൈപ്പായിരുന്നു. ഹൈപ്പെന്ന് വെച്ചാൽ മമ്മൂട്ടി ഫാൻ, മോഹൻലാൽ ഫാൻ എന്നൊന്നല്ല, എല്ലാവരും ഗൂസ് ബംസ് ആയിരുന്നു. മമ്മൂക്ക ഇത് അംഗീകരിക്കാനായിട്ട് ഈ ടൈമിൽ ഇത് ഇത്രയും ഹൈപ്പ് വരുമെന്ന് എങ്ങനെ തോന്നി? മമ്മൂക്കനെ കൺവിൻസ് ചെയ്തു. അതാണ് എനിക്ക് തോന്നുന്നത്. കഥ കൺവിൻസ് ചെയ്ത് എങ്ങനെയാണോ? കഥ അദ്ദേഹത്തെ കൺവിൻസ് ചെയ്യാൻ വളരെ സിമ്പിളാണ്. അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന, നാട്ടുകാർക്ക് ഇഷ്ടപ്പെടുന്ന വളരെ നല്ലൊരു കഥ പറഞ്ഞാൽ അദ്ദേഹം അതൊക്കെയാണ്. പക്ഷേ ജയറാം എന്നുള്ള നടനാണ് അതിൽ ലീഡ് ചെയ്യുന്നത്. മമ്മൂക്ക എങ്ങനെ കൺവിൻസ് ആയെന്നുള്ളതാണ് ഇപ്പൊ എല്ലാവരും പറയുന്നതല്ലേ, മമ്മൂക്കയുടെ കരിയറിലെ അതീവ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ഫേസിലൂടെയാണ് അദ്ദേഹം പോയിക്കൊണ്ടിരിക്കുന്നത്. കഥാപാത്രങ്ങളുടെ വൈവിധ്യം കൊണ്ട് നമ്മളെ അമ്പരപ്പിക്കുന്നത് നിങ്ങൾ തന്നെയല്ലേ ഇഷ്ടം പോലെ പറയുന്നത്. അത്തരത്തിലെ വളരെ വ്യത്യസ്തമായ ഒരു കഥാപാത്ര തിരഞ്ഞെടുപ്പാണ് അദ്ദേഹത്തിന്. കഥ കേട്ടു, ഇഷ്ടപ്പെട്ടു, ചെയ്യട്ടെ എന്ന് ചോദിച്ചു. ആദ്യം ഞാനൊന്ന് ഞെട്ടി. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞത് വേണ്ടാണ്, ഞങ്ങൾ പടത്തിന് ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ എക്സ്പെക്ടേഷൻ അത് ഇതെന്നൊക്കെ പറഞ്ഞ് ബാധ്യതയാവെന്നൊക്കെ പറഞ്ഞ് ഞാൻ മുങ്ങി. പിന്നെ ഞങ്ങൾ ഇന്ന് ഡയലോഗ് വർക്ക് ചെയ്ത് നമ്മൾ ഡോക്ടറെ ഇടയ്ക്കിടയ്ക്ക് പറയും മമ്മൂക്കാനെ വിളിക്കുന്നു. അങ്ങനെ ഞാൻ പിന്നെ കണ്ണൂർ സ്പോട്ട് ലൊക്കേഷനിൽ പോയിട്ട് എനിക്ക് വിശക്കുന്നതെന്ന് പറഞ്ഞ് ചോദിച്ചു. അപ്പം നീ എന്തോ ബാധ്യതയാവുന്നൊക്കെയാണ് വന്ന് പറഞ്ഞതെന്ന് പറഞ്ഞാൽ, അല്ല പടം ഞങ്ങൾ തന്നെ നിർമ്മിക്കുന്നതുകൊണ്ട് ഒരുപാട് ബാധ്യതയുണ്ട് എന്ന് പറയുക അങ്ങനെയാണ് വന്നത്. ആക്ച്വലി കഥ പറഞ്ഞ് പുള്ളിക്ക് വർക്കായി. ആ ഒരു സിമ്പിൾ പ്രോസസ്സിലൂടെ അദ്ദേഹം തന്നെ ആ കഥാപാത്രത്തിൻ്റെ കഥാപാത്രത്തോടുള്ള താല്പര്യമുണ്ട്, അത് ഇഷ്ടമായതുകൊണ്ട്, കഥ ഓൾഡ് സ്റ്റോറി ഇഷ്ടമായതുകൊണ്ട് തിരഞ്ഞെടുത്താണ്. അല്ലാതെ അതിനകത്ത് മറ്റ് ഫാക്ടേഴ്സ് ഒന്നും ഘടകമായിട്ടില്ല. പിന്നെ ഓഫ് കോഴ്സ് അദ്ദേഹത്തോടൊരു അറിയാം ഒരു താല്പര്യമുണ്ടെന്ന് ജയറാമേട്ടൻ സ്ഥിരം അവകാശപ്പെടാറുണ്ട്. അല്ലേ റാണ? അടുത്ത് മമ്മൂക്ക ഇപ്പം ജയറാമേട്ടൻ കഴിഞ്ഞ ദിവസങ്ങളിലാണെങ്കിലും ഇപ്പോഴാണ് പറഞ്ഞത്,
ജയറാമേട്ടന് വേണ്ടി മമ്മൂക്ക വന്ന് അഭിനയിച്ചു, അതിന് താങ്ക്സ് എന്ന് ജയറാമേട്ടൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം മമ്മൂക്കാനെ ഈ ചിത്രത്തിൽ എക്സൈറ്റ് ചെയ്യിപ്പിച്ചത് ജയറാം അഭിനയിക്കുന്ന ഒരു ചിത്രം എന്നതാണ്, അതോ അതിലെ കഥാപാത്രം? ജയറാം ഒരുപാട് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, എന്നെ പിടിക്കാതെ. കഥാപാത്രമാണ് ആത്യന്തികമായി നമ്മുടെ മുൻഗണന. പിന്നെ മറ്റു കൂടെ അഭിനയിക്കുന്ന ആൾക്കാരൊക്കെ നമ്മുടെ സിനിമയിലുള്ളവരില്ലേ, നമ്മളെല്ലാം നമ്മുടെ സുഹൃത്തുക്കളാണ്. ജയറാം കുറച്ച് കൂടുതൽ സൗഹൃദം കൊണ്ട ആളാണ്. ജയറാമേട്ടന് വേണ്ടി എന്ന് അദ്ദേഹം അവകാശപ്പെടുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. നിങ്ങൾക്ക് തീരുമാനിക്കാൻ പടമായല്ലോ. മമ്മൂക്ക ഈ പറഞ്ഞതുപോലെ ഇപ്പം മിഥുമാനുവൽ പറഞ്ഞല്ലോ, ഞാൻ കയറി വന്ന് എനിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞ് ഈ കഥാപാത്രം ഏൽപ്പിക്കുകയാണെന്ന് പറഞ്ഞു. ഏറ്റവും കൂടുതൽ കഥ ഇഷ്ടപ്പെടാനുള്ള ഒരു ചാൻസ് ഉണ്ടല്ലോ. ഈ നമുക്ക് മമ്മൂക്ക അല്ലായിരുന്നെങ്കിൽ ഈ സിനിമയ്ക്ക് അത്രയും ഹൈപ്പ് ഉണ്ടാകില്ല എന്ന് ഞാൻ പ്രേക്ഷകൻ എന്ന നിലയ്ക്ക് എനിക്ക് തോന്നിയ ഒരു സബ്ജക്റ്റാണ്. മമ്മൂക്ക എന്തുകൊണ്ടാണ് മിഥുമാനുവൽ ഒന്ന് പറയുമ്പോൾ ഞാൻ ചെയ്തേക്കാം എന്ന് തന്നെ തീരുമാനിച്ചു. മിഥുമാനുവലിനെ സന്തോഷമാക്കി ബാക്കി ചെയ്തുകൊണ്ട് കൊടുക്കും. ചെയ്തേക്കാം എന്ന് പറഞ്ഞല്ലോ നമ്മൾ ചെയ്യുന്നത്, ചെയ്യണം എന്ന് വിചാരിച്ചത് ചെയ്യുന്നത്. അങ്ങനെ തന്നെ എല്ലാ സിനിമയും ചെയ്യേണ്ടത്. ചില സമയത്തൊക്കെ നമ്മുടെ തീരുമാനങ്ങൾ ശരിയാകാറില്ലെന്നേ ഉള്ളൂ. സിനിമയുടെ കഥാപാത്രം തന്നെയാണ്. ആദ്യം ഇതിൻ്റെ ഒരു ഔട്ട്ലൈൻ പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, ഈ കഥാപാത്രം ഞാൻ അഭിനയിച്ചാൽ എങ്ങനെയിരിക്കണം, നമുക്ക് താങ്കൂലെന്ന് പറഞ്ഞു. കുറേ കഴിഞ്ഞപ്പോഴാണ് ഇതിന് തീരുമാനമായത്. അല്ലേ, അങ്ങനെയല്ലേ? ഈ സിനിമയിൽ കുറച്ച് ഇംഗ്ലീഷ് വാക്കുകളൊക്കെ മലയാളിക്ക് പുതുതായിട്ട് തന്നിട്ടുണ്ട്. ഈ സെൻസ് സെൻസിബിലിറ്റിക്കൊക്കെ ശേഷം ഡബിൾ സോൾട്ട് റിലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ബ്ലഡി റൊമാൻറ്റിക് ഒക്കെ. അപ്പോൾ അത് നമ്മൾ മുമ്പും നമുക്ക് പറയുന്ന ഇംഗ്ലീഷ് സംഭാഷണം നല്ല വ്യത്യാസമായിട്ടാണ്, ഇമോഷൻ ചേർത്താണ്. ഈ ബ്ലഡി റൊമാൻറ്റിക് എന്ന് പറയുന്നിടത്ത് തന്നെ ആ കഥാപാത്രത്തിന്റെ വേദനയും വിഷാദവും വിദ്വേഷവും ഒക്കെ ഉണ്ട്. ഈ ഇപ്പോഴും ഡയലോഗ് പറയുന്നതിന് അലക്സാണ്ടറായിട്ട് പറയുന്നതിന് എന്തെങ്കിലും പുതിയ പരിപാടി പിടിച്ചിരുന്നു? അങ്ങനെ മനഃപൂർവ്വം രാവിലെ എഴുന്നേറ്റ് ഇന്നിങ്ങനെ പരിപാടി എന്ന് പറഞ്ഞ് നമ്മൾ അറിഞ്ഞു. അതൊക്കെ അങ്ങനെ എവിടുന്നോ വന്ന് വീട് കിട്ടുന്നതാണ്. ഇതൊക്കെ എനിക്ക് തന്നെ അത്ഭുതം. അതൊക്കെ അത് കഥാപാത്രമാകുമ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ തന്നെ വരുമെന്നാണ് എനിക്ക് തോന്നിയത്. അനുഭവം അതാണ്. അത് പുതിയ വാക്കുകൾ തന്നെയാണ്, ബ്ലഡി റൊമാൻറ്റിക്കും ഈ ഡബിൾസ് ഓൾട്ടർനേറ്റീവും ഒക്കെ. പക്ഷെ അത് നമുക്കിങ്ങനെ പറയാൻ ചില സമയത്തൊക്കെ രസം തോന്നുന്ന ഒരുപാട് വാക്കുകൾ നമുക്ക് കിട്ടും. അപ്പോൾ അതിങ്ങനെ ആസ്വദിച്ച് പറയുന്നത്, അത് രണ്ടും ശരിക്കും ആസ്വദിച്ച് പറയുന്നതാണ്. അതായിരിക്കും നിങ്ങൾക്ക് അത് അനുഭവപ്പെട്ടത്. അർത്ഥം എന്നുള്ള സിനിമയിലൂടെയാണ് നിങ്ങളുടെ ഒരു കോമ്പിനേഷൻ ആരംഭിക്കുന്നത്. ഇന്നലെ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്ന മമ്മൂക്കയോട് നന്ദി പറയുന്ന വീഡിയോയിൽ നിങ്ങളുടെ ബന്ധത്തിന് സഹോദരങ്ങളെന്നുകൂടി അർത്ഥമുണ്ട് എന്നുള്ള രീതിയിലാണ് ഞങ്ങൾക്ക് മനസ്സിലാവാൻ സാധിച്ചത്. അപ്പോൾ പിന്നെയും അദ്ദേഹമായിട്ട് ചേരുമ്പോൾ ഒരു വിജയ ചിത്രം എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് എപ്പോഴും പറയാറുണ്ടല്ലോ, ഞാൻ എല്ലാ കാര്യങ്ങളും പഠിച്ചത് മമ്മൂക്ക മോഹൻലാൽ എന്ന രണ്ട് വലിയ നടന്മാരുടെ ഇടയിൽ നിന്നാണ്. ഓസ്ലറിലും അങ്ങനെ പുതിയ പഠനങ്ങൾ ഉണ്ടായിരുന്നു. ഇതിൽ ആദ്യമേ ഞാൻ മമ്മൂക്ക എനിക്ക് വേണ്ടി വന്ന് ചെയ്തതിന് നന്ദി എന്ന് ഞാൻ പറഞ്ഞതിൽ ഞാൻ എന്താ കാരണം എന്ന് പറയാം. കാരണം മിഥുൻ എൻ്റെ അടുത്ത് വന്ന് ആ കഥാപാത്രം മമ്മൂക്ക ചെയ്യാൻ സമ്മതിച്ചു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സത്യം പറഞ്ഞ് വിശ്വസിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞ സത്യമാണോ? പിന്നെ എനിക്കതങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. കാരണം അത് സമ്മതിച്ചത് അതിന് എനിക്ക് മനസ്സിൽ തോന്നിയ ഒരുപാട് കാരണങ്ങളുണ്ട്. ഞാൻ ഇതിൻ്റെ അടുത്ത് തന്നെ പറയും, ടൈറ്റിൽ ക്യാരക്ടർ എബ്രഹാം മോസ്റ്റർ എന്ന് പറഞ്ഞ് ഞാനാണ് ചെയ്യുന്നത്. അതിൽ മമ്മൂക്ക വന്ന് ചെയ്യാന്ന് പറഞ്ഞൊരു മനസ്സ് കാണിക്കുന്നില്ലേ. അതിനപ്പുറം കസേര ഇട്ടിരുന്ന് ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യുന്നു, എന്താ പേര് മറ്റേത്, അതിന് ഇല്ല പറയുന്നില്ല, കഥയിലേക്ക് പോകുന്നില്ല. അപ്പോൾ അതിന് ഇത് ചെയ്യുന്നു, അല്ലെങ്കിൽ മറ്റെല്ലാ കാര്യങ്ങൾക്കും അപ്പം അങ്ങനെ അത് സമ്മതിച്ചത് എനിക്ക് വേണ്ടി തന്നെയാണ്. എനിക്ക് വേണ്ടി തന്നെ. പിന്നെന്താ ചോദിച്ചു പറഞ്ഞു അത് പിന്നെ ഓരോന്നും പറഞ്ഞു തരുമല്ലോ. ചില വാക്കുകളും ഇതും എല്ലാം തുടക്കത്തില് എനിക്ക് കറക്റ്റ് ചെയ്ത് തന്നു കൃഷ്ണദാസ്. എനിക്ക് അതിനകത്തൊരു പേര് വിളിക്കുന്നുണ്ട്, കൃഷ്ണദാസ്. ജയറാമേട്ടൻ കൃഷ്ണദാസ് വിളിച്ചിട്ടുണ്ട്. നമുക്ക് കേൾക്കുമ്പോൾ അവന്റെ കൃഷ്ണദാസ് ആണ് വിളിക്കുന്നത്. പോലീസാണ് കേട്ടോ. കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് വിളിക്കുമ്പോൾ കൃ കറക്റ്റ് വരും. ക്ലിയർ വേണ്ട. കൃഷ്ണദാസ് വിളിക്കുമ്പോൾ കൃ വരില്ല. അതാണ് പറയാൻ വന്നത്. ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞതിന്റെ കാര്യം പറഞ്ഞു. നെക്സ്റ്റ് കാതിൽ കണ്ടിറങ്ങിയ പ്രേക്ഷകര് ഒന്നടക്കം പറഞ്ഞ സംഗതി, ഇന്ത്യയിലെ ഒരു സൂപ്പർ സ്റ്റാറും ഈ ചിത്രം ചെയ്യില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ ഓസ്ലറിൽ തന്നെയാണെങ്കിൽ സ്പോയിലർ ഉള്ളതുകൊണ്ട് അതിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പൊ നേരെ കുറച്ച് സണ്ണി ലിയോണുമായിട്ട്
ഇന്ത്യയിലെ മെയിൻ സ്ട്രീമിലെ പല ആക്ടേഴ്സും അഭിനയിക്കാത്ത സമയത്ത് തന്നെ മമ്മൂക്ക അഭിനയിക്കും. അത് വേറൊരു വിഷയം. അപ്പം ഇന്ത്യയിലെ ഒട്ടുമിക്ക സൂപ്പർ സ്റ്റാർസും ചെയ്യാത്ത അതിലേക്ക് കടക്കുന്നില്ല. അപ്പം ഇന്ത്യയിലെ ഒട്ടുമിക്ക സൂപ്പർ സ്റ്റാറും ചെയ്യാത്ത പല സംഗതിയും എന്തുകൊണ്ടാണ് ഞങ്ങളുടെ മെഗാസ്റ്റാർ ചെയ്യുന്നത്? അങ്ങനെ സൂപ്പർ സ്റ്റാറുകൾക്ക് ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യാൻ പാടില്ല എന്നില്ലല്ലോ. ഓരോരുത്തർക്ക് അവരവരുടെ സാഹചര്യം. ഞാനും മെഗാസ്റ്റാറാണെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരാളുമല്ല. എനിക്ക് ഇപ്പോഴും കഥാപാത്രങ്ങളോടുള്ള ആർത്തി അവസാനിച്ചിട്ടില്ല. ഈ കാതൽ പോലെയുള്ള ഒരു സിനിമയിൽ അഭിനയിക്കുന്നതിന് മുമ്പ് ഞാൻ പേരെന്തെന്ന് പറഞ്ഞ സിനിമയിലെ അവസാന രംഗം ഞാൻ വിവാഹം കഴിക്കുന്നത് ആരെയാണ് നിങ്ങൾ ഓർത്ത് നോക്കിയത്. അപ്പം അതും ഇതിനു മുമ്പും അങ്ങനെയാണ്, ഇതിനു മുമ്പത്തെ കഥാപാത്രങ്ങളും അങ്ങനെയാണ്. ഞാൻ നടനാകാൻ ആഗ്രഹിച്ച ആളാണ്, ഇപ്പോഴും ആ ആഗ്രഹം കൊണ്ടു നടക്കുന്ന ആളാണ്. ഇതുവരെ പൂർത്തിയായിട്ടുണ്ട്. അന്ന് ജയറാമിനുമായിട്ടുള്ള വ്യക്തിബന്ധം എന്ന് പറയുന്നത്, ജയറാം സിനിമാ നടനാകുന്നതിന് മുമ്പ് എൻ്റെ വീട്ടിൽ സുഹൃത്തിൻ്റെ വീട്ടിൽ താമസിച്ച് രാവിലെ എന്നൊക്കെ വന്ന് കണ്ട് ഫോട്ടോ എടുത്താൽ വെളുപ്പം കാലത്ത് രാവിലെ. അപ്പോൾ ജയറാമിനോട് അന്ന് പോലും നമുക്കറിയാവുന്നതാണ്, അറിയാം. സിനിമയിൽ വന്നതിനേക്കുള്ള സന്തോഷം ഉണ്ടായിരുന്നു അന്നൊക്കെ. പിന്നെന്താ ഇന്നലെയൊക്കെ വിജയുടെ കൂടെയുള്ള ഷൂട്ടിംഗ് നടക്കുകയായിരുന്നു മെഡ്രാസിൽ. അപ്പോൾ പടം ഇറങ്ങിയെന്ന് പറഞ്ഞപ്പോൾ വിജയ് ഓടി വന്നിട്ട് ചോദിച്ചാൽ ഇതിൽ മമ്മൂട്ടി സാർ എടുക്കാറ് അപ്പടിയാ? അങ്ങനെയാണ് എനിക്ക് ഇമ്മീഡിയറ്റ് സിനിമ ആണ് എന്താ മുമ്പ് ചെയ്തിട്ടുള്ളതെന്ന് കാണാൻ വേണ്ടിയിട്ട്. അത് ഇത്ര ഡിഫറെൻ്റ് ആയിട്ട് ഓരോ പടങ്ങളും സെലക്ട് ചെയ്യുന്നു. അദ്ദേഹം എന്തെങ്കിലും കാരണമുണ്ടോ ആ ക്യാരക്ടർ എന്താണെന്ന് എനിക്ക് അറിയണമെന്ന് പറഞ്ഞിട്ട് പുള്ളി പടങ്ങളായിട്ട് ഞാൻ ഏർപ്പാടാക്കി. 150-ൽ പരം എക്സ്ട്രാ ഷോസാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കളിച്ചത്. ഇപ്പോൾ 5-ാം പാതിൽ ചെയ്തിട്ടുണ്ട്, ആടുകൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാം അതിൻ്റെ ഏറ്റവും വലിയ വിജയങ്ങളുടെ എനിക്ക് തോന്നുന്നു ഇരട്ടിയിലധികമായിരിക്കും ഇതിൻ്റെ ഫസ്റ്റ് ഡേ ഷെയർ എന്ന് പറയുന്നത്. ചിലപ്പോൾ 3 ഇരട്ടി വരെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്രയും വലിയ ഒരു വിജയത്തിലേക്കാണ് ഇന്നലെ വൈകുന്നേരമായപ്പോഴത്തേക്കും പടം നിൽക്കുന്നത്. ഇതിൻ്റെ പ്രധാന കാരണം തേനി സാർ പറയുന്ന പോലെ ഇന്ത്യവിൻ മാബെരും നടികർ, അത് അദ്ദേഹത്തിൻ്റെ ആ ക്യാപ്ഷൻ കേട്ട് മിസ്റ്റർ തേനി ഈശ്വരനുണ്ട്. തേനി സാർ ഇടയ്ക്കിടയ്ക്ക് പറയും അവർ മാബെരും നടികർ താ എന്നിടയ്ക്കിടയ്ക്ക് പറയും. പിന്നെ ഇവരെ ഒരുമിച്ചൊരു സിനിമയിൽ നിങ്ങൾ പറഞ്ഞ പോലെ ചില ഇലക്ട്രിഫൈങ് മൊമെന്റ്സിൽ കണ്ടതിൻ്റെ ഒരു സന്തോഷം അത് പ്രേക്ഷകർക്കുണ്ട്. കാരണം മലയാളികൾക്ക് ജയറാമേട്ടൻ ഈ പറഞ്ഞ പോലെ കാനനവാസത്തിന് പോയി എന്ന് പറഞ്ഞാൽ തെലുങ്കിലും തമിഴിലും തുറന്നപ്പോൾ വിജയ് മഹേഷ് ബാബു എന്നൊക്കെ പറയുള്ളൂ. അത് കണ്ടില്ലേ? അതാണ്. അതെ, അത് വന്നു. അപ്പോൾ ഒരുപാട് കാലത്തിന് ശേഷം ജയറാമേട്ടൻ ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യുന്നു, അതിൽ മമ്മൂക്ക ഇരിക്കുന്നു എന്നൊക്കെ പറയുന്ന ആ ഒരു കൗതുകം ആഘോഷിക്കാൻ ഒരുപാട് പ്രേക്ഷകർ എത്തുന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഇത് ഡോക്ടർ പറഞ്ഞ കഥയിലെ ആ ഡ്രാമ പാർട്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെയാണ് ഈ സിനിമ ചെയ്യാൻ തീരുമാനിച്ചത്. മലയാളിക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള സാധനങ്ങളായ മലയാളിക്ക് ഏറ്റവും ആവശ്യമായ സാധനങ്ങളായി പച്ചക്കറി, അരി മുതലായ സാധനങ്ങളൊക്കെ ആന്ധ്രയിൽ നിന്ന് വരുന്നത് പറയുന്ന പോലെ ജയറാമേട്ടനെ തിരിച്ചുകൊണ്ടുവന്നത് വിസിറ്റാണ്. ഏറ്റവും ആവശ്യമായിരുന്ന മലയാള സിനിമയ്ക്ക് ആവശ്യമായിരുന്ന ഒരു അരി പച്ചക്കറി പാക്കേജ് വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ്. ഭക്ഷണം കഴിക്കാതെ വേണമല്ലോ. അവിടെ നിന്ന് തിരിച്ചുകൊണ്ടുവരാൻ വേണ്ടിട്ട് ഭയങ്കര ക്രിപ്പിംഗ് ആയ ഒരു കഥ വേണം, അല്ലെങ്കിൽ എന്താണ് ശരിക്കും അദ്ദേഹത്തിന് തീരുമാനമായിരുന്നു. അദ്ദേഹം അങ്ങനത്തെ ഒരു കഥ കിട്ടിയാലേ അഭിനയിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നിടത്താണ് ഈ എന്നോട് കഥ പറയുന്നത്. ഞാനത് ജയറാമേട്ടനോട് പറയുന്നു. ഗംഭീരം ഒരു ഗെറ്റപ്പ്, അതേക്കുറിച്ചും കൂടെ ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ടോ നമുക്ക്. അത് ഒരു രക്ഷയില്ലാത്ത ഗെറ്റപ്പ്. ഫസ്റ്റൊക്കെ ഇറങ്ങിയപ്പോൾ ഇന്നലെ കണ്ടപ്പോഴും അത് വരട്ടെ പറയാം. നമ്മൾ ഒത്തിരി പ്രതീക്ഷിക്കുന്ന അതൊക്കെ എനിക്ക് പേടി. പ്രതീക്ഷയ്ക്ക് ഒത്തുവരണ്ടേ? നമുക്കത് സമയമുണ്ട്, അതിനെപ്പറ്റി പറയാം. തീർച്ചയായിട്ടും ജയറാമേട്ടൻ ഈ പറഞ്ഞതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യങ്ങൾ ചോദിക്കുകയാണ്. മമ്മൂക്ക പറഞ്ഞു, വീണ്ടും ജയറാമേട്ടൻ ഉറപ്പിച്ചൊരു, ഞാൻ ഉള്ളത് കൊണ്ട് തന്നെയാണ് മമ്മൂക്ക ഒന്ന് അഭിനയിച്ചത്. മമ്മൂക്ക പറഞ്ഞൊരു കാര്യമുണ്ട്, ഫോട്ടോ എടുക്കാമെന്ന കഥ. ആ ഒരു കഥ ഉണ്ടെന്ന് ഒന്ന് ജസ്റ്റ് ആ കഥ ഒന്ന് ഓർത്തിട്ടു. ഒരു സ്ഥലത്തല്ല, പല സ്ഥലത്തും ആദ്യം ഫോട്ടോ എടുത്ത കഥ. ആദ്യം നമുക്ക് മട്ടാഞ്ചേരി അവിടെ ഫോട്ടോച്ചിൽ താമസിക്കുമ്പോൾ കലാഭവന്റെ പ്രോഗ്രാമിന് അൻസാറുണ്ട്. അൻസാർ ഞങ്ങളുടെ കൂടെ കലാഭവനിൽ അൻസാറിന്റെ വീട്ടിൽ പോയി അൻസാറിന് ഞാൻ പല ദിവസങ്ങളും ചോദിക്കും, ഒരു ഫോട്ടോ എനിക്കത് മാത്രം മതി, കൂടെ എടുക്കും. അങ്ങനെ അവസാനം അൻസാറിന്റെ വീട്ടിൽ പോയി കിടന്ന് കാലത്ത് മൂക്ക ഷൂട്ടിങ്ങിന് ഇറങ്ങുന്നതിന് മുമ്പ് എനിക്ക് തോന്നുന്നു കാലത്ത് 6:30 മണിക്ക് വീടിന്റെ മാർക്ക് പോയി. അപ്പോൾ കൊണ്ടുപോയി ഇപ്പം കലാഭവനിലെ ഇതാന്ന് പറഞ്ഞിട്ട് അന്ന് ഇറങ്ങുമ്പോൾ ഒരു ഫോട്ടോ എടുത്തു.
അതിനുശേഷം രണ്ടാമത് ഫോട്ടോ എടുക്കുന്നത് ഞങ്ങളുടെ നാട്ടിൽ എങ്ങനെയുണ്ട് ആശാൻ എന്നുള്ള പടത്തിൻ്റെ ഷൂട്ടിങ്ങിന് മുമ്പ് വരുന്നു. എൻ്റെ വീടിന് തൊട്ടടുത്തായിരുന്നു. ആ പഴയ ഫോട്ടോ എടുക്കാൻ വന്ന് കാര്യം ഓർമ്മിച്ചപ്പോൾ അപ്പോഴും ഓർമ്മയുണ്ട്. അൻസാറിൻ്റെ കൂടെ വന്നാണല്ലേ എടുത്ത് വെച്ചു. അങ്ങനെ അവിടെ പോകുന്നു. ഒരുപാടുണ്ട്. അതിപ്പോഴും ഈ ആ കഴിഞ്ഞിടയ്ക്ക് കൊല്ലത്ത് കലോത്സവം കാണാൻ പോയി വൈറ്റും ഇട്ടിട്ട് ഒരു ഫോട്ടോ ഭയങ്കര വൈറലായിരുന്നു. അപ്പോൾ ഈ ഒരു ഏജിലും എനിക്കൊന്നുമില്ല മറ്റൊരു സൂപ്പർ സ്റ്റാറും ഇത്രത്തോളം ഇവന്റ്സ് ഓടി നടന്നു പോയി അറ്റൻഡ് ചെയ്യുന്നു. അപ്പം അതിൻ്റെ ഒരു എനർജി എവിടെ നിന്നായിരുന്നു? അതന്നെ ഈ ഒരു ഏജ് പറഞ്ഞ് ശീലിച്ചു പോയി. ഇതാണ് എനർജി. എൻ്റെ മുമ്പിൽ കാണുന്നത് മുഴുവൻ എൻ്റെ എനർജി. ഭീഷ്മർ ഇറങ്ങിയ ടൈമില് നമുക്ക് അടുത്ത് ചോദിച്ചു ഈ പടം തിയേറ്ററിൽ ഇളക്കി മറിക്കുമെന്ന് ചോദിച്ചപ്പോ നമുക്ക് പറഞ്ഞു ആ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. അപ്പം ടർബോ തിയേറ്റർ ഇളക്കി മറിക്കും. അതിനെക്കുറിച്ച് കൂടുതലൊന്നും ഞങ്ങളിപ്പോൾ പറയില്ല. കടുത്ത തീരുമാനത്തിലാണ്. വലിയ ആക്ടേഴ്സിന്റെ റൗണ്ട് ടേബിൾ കോൺഫറൻസ് ഒക്കെ പുറത്ത് ബോളിവുഡിലൊക്കെ ഉൾപ്പെടെ നടക്കുമ്പോൾ അവർ പറയുന്നത് നിങ്ങൾ സൗത്തിലേക്ക് നോക്കുക, അവിടെ നമുക്ക് ചെയ്യുന്ന കഥാപാത്രങ്ങളെ നോക്കുക. അദ്ദേഹം ഒരേ സമയം കാതലും കണ്ണൂർ സ്കോഡുമാണ് ചെയ്തത്. അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന അദ്ദേഹമാണ് എന്നുള്ളതാണ്. ഈ ചുറ്റും എല്ലാവരും ഇപ്പോൾ സംസാരിക്കുന്നുണ്ട്. വിഷ്ണുവർദ്ധന് ശേഷം 2000 ശേഷം സംസാരിക്കുന്ന പ്രധാന നടന്റെ തെരഞ്ഞെടുപ്പായി പറയുന്നത് മമ്മൂക്കയാണ്. ഇതൊരു പ്രതീക്ഷാഭാരമായിട്ട് ഓരോ കഥാപാത്രം സമീപിക്കാനായിട്ട് ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് തോന്നാറുണ്ടോ? 42 വർഷമായി സിനിമയിൽ. ഇതൊരു ഭാരമാണെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ഇറക്കി വയ്ക്കൂലേ? അങ്ങനെ ഈ ഭാരം ചുമക്കുന്ന സുഖമാണ്. പൊക്കി പിടിക്കുന്ന സമയത്ത് ഒരു ടെൻഷൻ തോന്നിയിട്ടുണ്ടോ? ഇല്ല. ഒരു 88-ലൊക്കെ ഞാൻ തുടങ്ങുന്ന ആ ടൈമിൽ ബ്രില്യൻ്റ് ആയിട്ടുള്ള റൈറ്റേഴ്സിനും ഡയറക്ടേഴ്സിനും കൂടെ വർക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് ഞാൻ എന്നും ഒരു എന്താ പറയുക അഭിമാനത്തോട് പറയുന്നത്. പത്മനാഭൻ സാറിൽ തുടങ്ങി ഭരതേട്ടൻ പോലെയുള്ള ശശിയേട്ടൻ, ഐ വി ശശിയേട്ടൻ പോലുള്ള, സിബിയെ പോലുള്ള, കമലിനെ പോലുള്ള, സത്യനന്ദിക്കാടിനെ പോലുള്ള എത്രയോ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഡയറക്ടേഴ്സിൻ്റെ കൂടെ, ലോഹിദാസിനെ പോലെ, ശ്രീനിവാസനെ പോലെ എത്ര മനോഹരമായിട്ടുള്ള ഒരുപാട് റൈറ്റേഴ്സിൻ്റെ കൂടെ അങ്ങനെ ഏകദേശം ഒരു 20-25 വർഷത്തോളം തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല എനിക്ക്. അത്ര മനോഹരമായിട്ടുള്ള സിനിമകൾ എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്, അത്ര ക്യാരക്ടേഴ്സ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ സിനിമയിൽ കാലഘട്ടങ്ങളും സിറ്റുവേഷനും എല്ലാം മാറി വരുന്നൊരു സമയമാണ്. സിനിമ ആസ്വാദകർ മാറി വരുന്ന സമയമാണ്. പുതിയൊരു ജനറേഷൻ രൂപപ്പെട്ടു വരികയാണ്. അപ്പം പുറമെ ഒന്ന് മാറി നിന്ന് സത്യമായിട്ട് അതൊന്ന് വാച്ച് ചെയ്യുക, എന്താണ് വരുന്ന മാറ്റങ്ങൾ, ഇനി ഒരു എങ്ങനത്തെ സിനിമയിൽ കൂടെ തിരിച്ചു വന്നാൽ നന്നായിരിക്കുന്നു. അങ്ങനെ കാത്തിരുന്നപ്പോഴാണ് മിഥുൻ എന്നെ തേടി വന്നത്. അതേപോലത്തെ സിനിമ എനിക്ക് കിട്ടിയത്. സോ ലക്കി, ഐ ആം സോ ബ്ലെസ്ഡ്. അനശ്വര ഇപ്പോൾ കരിയറിലെ ഏറ്റവും പീക്ക് ടൈമിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. കാരണം നേര് എന്ന് പറയുന്ന സിനിമ അത്രയും വലിയൊരു ഹ്യൂജ് സക്സസ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. ലാലേട്ടനെ പോലത്തെ ഒരു ക്യാരക്ടർ കൂടെ തന്നെ ത്രൂ ഔട്ടായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര സക്സസ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഓസ്ലറാണെങ്കിലും മമ്മൂട്ടിയെ പോലെ തന്നെ അല്ലെങ്കിൽ ജയറാമേട്ടനെ പോലത്തെ ഒരു 2 സൂപ്പർ സ്റ്റാറുകൾ അവർക്ക് കോമ്പിനേഷൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ അവരുടെ സിനിമകൾ ഭാഗമാകുന്നു. ഇനി വരാനിരിക്കുന്ന സിനിമകളാണെങ്കിൽ വലിയ വലിയ സിനിമകളാണ് വരാൻ പോകുന്നത്. അപ്പോൾ അവിടെ ഫീൽ ആയിരിക്കണം ഗ്രാറ്റിറ്റ്യൂഡാണ്. ഐ ഫീൽ സോ ഹാപ്പി. അപ്പം ഞാൻ ഇന്നലെ നമ്മൾ വേദാനവേദിയിൽ ഫസ്റ്റ് ഡേ ഷോ കാണാൻ പോയപ്പോഴും തൊട്ടപ്പുറത്ത് നേരെ ഓടുന്നു, ഇപ്പുറത്ത് ഓസ്ലറിൻ്റെ ഫസ്റ്റ് ഡേ ഷോ കയറാണ്. അപ്പം രണ്ടും പ്രേക്ഷകർ ഏറ്റെടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിൽ ഒരുപാട് സന്തോഷം. അത്രയും നല്ല ക്രൂവിൻ്റെ കൂടെ, നല്ല ഡയറക്ടേഴ്സിൻ്റെ കൂടെ, നല്ല ടെക്നിക്കൽ ടീമിൻ്റെ കൂടെ, ആക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി, അവരെ മീറ്റ് ചെയ്യാൻ പറ്റി, ഇവിടുന്ന് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. അപ്പം ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര പ്രൗഡാണ് ഈ മൊമെൻറ്റിൽ. താങ്ക് യു. നമ്മുടെ മലയാള സിനിമയിൽ കമലഹാസനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ജയറാമേട്ടൻ. തഗ് ലൈഫ് എന്ന സിനിമയിൽ മലയാളത്തിൽ നിന്ന് ഒരുപാട് ആർട്ടിസ്റ്റുകൾ വന്നു. ജോജു ജോർജ്, ഐശ്വര്യലക്ഷ്മിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ജയറാമേട്ടൻ ഉണ്ടാവുമോ തഗ് ലൈഫിൽ? നമ്മൾ പ്രതീക്ഷിക്കാമാണെന്നില്ല. ഇത് മണിരത്നം തഗ് ലൈഫിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ പൂർണ്ണമായിട്ട് പറയാറായിട്ടില്ല. ഉണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കാരണം ഇതിൻ്റെ തുടക്ക ഡിസ്കഷൻ സമയത്തൊക്കെ ഓഫീസിൽ ഞാനും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉണ്ടെന്നുള്ളത് തന്നെയാണ് വിശ്വാസം. ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയാം. ഇതുവരെ അത് കൺഫേം ആയിട്ടില്ല. സിനിമകളെല്ലാം മെയിലാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പം വിപിൻ മാലോയുടെ ഏർപ്പടങ്ങൾ എന്നൊരു ടാഗ് ലൈൻ വന്നു തുടങ്ങിയിട്ടുണ്ട്. പറയുമ്പോൾ എന്താണ് തോന്നുന്നത്?
അത് ഇനി ഞാൻ 5-ാം പാതിര ഞാനത് ആക്ച്വലി മാറ്റാൻ വേണ്ടി ഒരു പേര് തപ്പി ലാസ്റ്റ് പല പേരിട്ടു. ഒരു തരത്തിൽ നടപടി അസുരൻ ഒരു പേര്, അത് വീണ്ടും കറങ്ങി തിരിഞ്ഞ് എയിലേക്ക് വന്നു. ലാസ്റ്റ് 5-ാം പാതിര എന്നുള്ള പേര് ഫൈനലായപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ എന്തായാലും ഏപ്പടങ്ങളെ ചെയ്യുന്നു. ആക്ച്വലി ഇടയ്ക്ക് ഞാൻ ചോദിച്ചാൽ ശരിക്കും ഒരു ഏപ്പടം ചെയ്ത് നോക്കിയാലോ എന്ന് വരെ ആലോചിച്ചിട്ട്, അതും ആ പരീക്ഷത്തിൽ പോലും ചിലപ്പോൾ മുതിർന്നേക്കാം. അതിന്റെ പേര് വെറും എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. എന്താണ് ഇനി സംവിധാനം ചെയ്ത സിനിമകൾക്കൊക്കെ ഏത് തന്നെ ആയിരിക്കും പേരുണ്ടാവും. അതെന്തായാലും തീരുമാനിച്ചു എങ്ങനെയെങ്കിലുമൊക്കെ തപ്പി കണ്ടുപിടിച്ച് ഏഴുള്ള പേര് കണ്ടുപിടിക്കും. ഡോക്ടർ വേറെ പേരുമായിട്ടാണ് വന്നത്. അപ്പൊ അബ്രഹാം ഓസ്ലറിന്റെ ക്യാരക്ടറിന്റെ പേര് കേട്ടപ്പോഴത്തേക്ക് സന്തോഷമായി. അതല്ലേ ഈ പടത്തിന്റെ പേര് എടുക്കുന്നത്, അങ്ങനെ എടുത്തിട്ടാണ് അബ്രഹാം ഓസ്ലർ. പറയില്ല. ജയറാമേട്ടനോടൊപ്പം അല്ലെങ്കിൽ മമ്മൂക്കയോടൊപ്പം എന്ന് നമ്മൾ എടുത്തു പറയേണ്ട ഒരു പേരാണ് ഇതിലെ ജഗദീശ്വരൻ. അദ്ദേഹം ചെയ്തിട്ടുള്ള പെർഫോമൻസ്, അദ്ദേഹം കരിയറിൽ റീഡിഫൈനിങ് തന്നെ നടത്തിയിട്ടുണ്ട് ക്യാരക്ടർ റോൾസ്. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള സീൻസ് അല്ലെങ്കിൽ അത് നിൽക്കുമ്പോൾ അദ്ദേഹം ഇതുവരെ കാണിക്കാത്ത കുറെ റിയാക്ഷൻസ് ഒക്കെ ഇതിലുണ്ട്. ജഗദീശ്വരനെ കാസ്റ്റ് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു വേർഷനാണോ പ്രതീക്ഷിച്ചത്? തീർച്ചയായും ഇതുപോലൊരു വേർഷൻ പ്രതീക്ഷിക്കാവുന്ന ഒരു നടൻ തന്നെയാണ് അദ്ദേഹം. എനിക്ക് കോമ്പിനേഷൻസ് ഒക്കെ വർക്കൗട്ട് ചെയ്ത് ഇവരുടെയൊക്കെ പെർഫോമൻസുകൾ അങ്ങനെ വന്നപ്പം ട്രൂലി അതിനകത്ത് മമ്മൂക്ക, ജയറാമേട്ടൻ, ജഗദീഷ് ചേട്ടൻ അവരൊക്കെയുള്ള കോമ്പിനേഷനൊക്കെ വർക്കൗട്ട് ചെയ്തപ്പോൾ ദാറ്റ് വാസ് ആക്ച്വലി ഡയറക്ടേഴ്സ് ഡിലൈറ്റ്. എന്താണെന്ന് വെച്ചാൽ ഒരു സംവിധായകൻ എന്നുള്ള നിലയ്ക്ക് നമുക്ക് ലഭിക്കാവുന്നതിലെ മികച്ച ആർട്ടിസ്റ്റുകളാണ് നമ്മുടെ ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുന്നത്. അതുപോലെ തന്നെ എനിക്ക് ഒരുപാട് സന്തോഷമായ കാര്യമാണ് ഇതിലെ അല്പം ഇമോഷണൽ ആയിട്ടുള്ള ഒരു കഥയിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മുടെ പിന്നിലിരിക്കുന്ന പിള്ളേര് അവർ ഗംഭീരമായിട്ട് അവർ കൊടുത്ത വേഷങ്ങൾ കൊള്ളുന്നു. അപ്പം രണ്ട് കാലത്തും എനിക്ക് ഈ പറഞ്ഞ പോലെ രണ്ട് കാലത്ത് പടം ചെയ്തപ്പോഴും ഒരുപാട് നല്ല ആർട്ടിസ്റ്റുകൾ കഥാപാത്രങ്ങളായിട്ട് എൻ്റെ ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് അദ്ദേഹത്തിൻ്റെ ക്യാമറയ്ക്ക് മുന്നിൽ വന്നത് ഞാൻ മോണിറ്ററിൽ കണ്ടു. അതെനിക്ക് ഭയങ്കര എന്താ പറയുക, ഈ പടത്തിലെ എനിക്ക് എൻ്റെ ഏറ്റവും വലിയ ടേക്ക് അവേ ആണ്. ഒരുപാട് നല്ല പെർഫോമൻസുകൾ ഒപ്പിയെടുക്കാൻ സാധിച്ചു എന്ന്. ജയറാമേട്ടാ, ഇപ്പം ഒരു ഗ്യാപ്പിനെ കുറിച്ച് പലപ്പോഴായി പലവട്ടം നമ്മളെല്ലാരും മെൻഷൻ ചെയ്ത് പറയുന്നുണ്ട്. അപ്പം ജയറാമേട്ടൻ എന്നൊരു നടൻ, ഒരു താരത്തിന് ബേസിക്കലി ഈ ഗ്യാപ്പ് ഒരു എന്താ നല്ല കഥാപാത്രത്തിനുള്ള ഒരു ദാഹം എപ്പോഴും ഇങ്ങനെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. എനിക്കും ചെയ്യണം. ഇവിടെ മമ്മൂക്ക പെർഫോം ചെയ്യുന്നു, അങ്ങനെ പലതായിട്ട് പലപ്പോഴായി നടക്കുന്നുണ്ട്. ഇപ്പം പുതുകാലഘട്ടത്തിലെ ടെക്നീഷ്യന്മാര് ജയറാം എന്നൊരു നടനെ കൃത്യമായി യൂസ് ചെയ്യുന്നില്ലെന്ന് പലപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അല്ല, അതുകൊണ്ടാണ് ഞാനായിട്ട് തന്നെ മാറിയിരുന്നത്. ഒരേ സർക്കിളിൽ കിടന്ന് ഇങ്ങനെ കറങ്ങി നമ്മളും അറിയില്ല എന്താ സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാനായിട്ടെടുത്ത തീരുമാനമാണ് മാറിയിരുന്നത്. പക്ഷേ ജോലി മറ്റു ഭാഷകളിലൊക്കെ ഉണ്ടായിരുന്നു, തമിഴിലും തെലുങ്കിലും കന്നഡത്തിലും ഒക്കെ 360 ദിവസം ജോലി ചെയ്യാനുള്ള സിനിമകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ എൻ്റെ സ്വന്തം മലയാളത്തിൽ അങ്ങനെ ഒരു ഇതോടുകൂടി വരണമെന്നുണ്ടായിരുന്നു. അത് കൃത്യമായിട്ട് സംഭവിച്ചത്. അത് വെച്ചാണ് ഇവിടെ അതേപോലെ ഈ 5-ാം പാതിര എന്ന് പറഞ്ഞ ചിത്രത്തിന് ശേഷമാണ് ചാക്കോച്ചൻ അതുവരെ ചെയ്തിരുന്ന കഥാപാത്രങ്ങളല്ലാതെ വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങളായിട്ട് പിന്നീട് വന്നത്. അപ്പം ഈ എബ്രഹാം ഓസ്ലറിന് ശേഷം ജയറാമേട്ടന്റെ മറ്റൊരു ബേസിലുള്ള മുഖം മലയാളികൾക്ക് ഇനിയും തുടർന്ന് കാണാൻ സാധിക്കും. ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് തന്നെ വേറൊരു കഥയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ വലതു ഭാഗത്തിരിക്കുന്ന വ്യക്തി. അപ്പൊ തീർച്ചയായിട്ടും അത് എന്നെ വെച്ച് തന്നെ ആലോചിക്കുന്നുള്ളതാണ് ഇനി എന്റെ വിശ്വാസം. ഞാൻ പോയില്ല. ആ സമയത്ത് ജയറാമേട്ടൻ അവരെ വിളിച്ച് കോൾ ചെയ്തു, നേരിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു. അപ്പം അടുത്ത ദിവസങ്ങളിൽ കാണാമെന്നൊരു ഉറപ്പ് അവർക്ക് നൽകി. അപ്പൊ എങ്ങനെയാണ് ഈ ഫാൻസിന്റെ പ്രവർത്തനങ്ങളെ നോക്കി കാണാറുണ്ടോ, അവരെ വീക്ഷിക്കാറുണ്ടോ? അയ്യോ, തീർച്ചയായിട്ടും നമ്മളെ സ്നേഹിക്കുന്ന കുറേ കുട്ടികൾ കാസർഗോഡ് തൊട്ട് കന്യാകുമാരി വരെ അവരുടെ ഒരു കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ ഭയങ്കരം തന്നെയാണ്. കഴിഞ്ഞ അവർക്കൊരു സന്തോഷിക്കാനുള്ള സിനിമ 4 വർഷമായിട്ട് അവർക്ക് കിട്ടിയിട്ടില്ല. അത് കിട്ടിയതിന്റെ സന്തോഷമായിരുന്നു. അപ്പോൾ ഒരു തിയേറ്ററിൽ നിന്ന് ഇങ്ങനെ ഓരോ തിയേറ്ററിൽ നിന്ന് ഞാൻ അതിനുവേണ്ടി ഞാൻ പറഞ്ഞില്ല, ഇന്നലെ വിജയുടെ ഷൂട്ടിംഗ് ആയിരുന്നു. അപ്പോൾ വിജയ് തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, സർ കുറച്ച് നേരത്തേക്ക് നമുക്കൊരു ബ്രേക്ക് ചെയ്യാം, ഫോൺ വിളിച്ച് എല്ലാവരെയും അതിൻ്റെ ഒരു സന്തോഷം ചെയ്ത് വെക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ എല്ലാവരും തിയേറ്ററിൽ പാലക്കാട്, എറണാകുളം, കോഴിക്കോട്, ട്രിവാൻഡ്രം എല്ലാ സ്റ്റേഷൻസിനും അവരെ വിളിച്ചിട്ട് അവരായിട്ട് സംസാരിക്കുക. അതിൽ ഏറ്റവും വലിയ സന്തോഷം. ജയറാമേട്ടൻ ഈ പറഞ്ഞതുപോലെ ഈ കുടുംബ ചിത്രങ്ങൾ ജയറാമേട്ടൻ എപ്പോഴും കുടുംബ പ്രഷറായിട്ട് എടുത്തുകൊണ്ടിരുന്നു. ഒരു കാലഘട്ടത്തിൽ ഏറ്റവും നല്ല കുടുംബ ചിത്രം അഭിനയിച്ചുകൊണ്ടത് ജയറാമേട്ടൻ തന്നെയാണ്. ആ ചിത്രം അത്തരം ഒരു കുടുംബ ചിത്രങ്ങൾ ഇപ്പോൾ മലയാള സിനിമയിൽ ഉണ്ടാകുന്നുണ്ടോ എന്ന് ജയറാമേട്ടൻ ആലോചിച്ചിട്ടുണ്ടോ? അങ്ങനെ സിനിമകൾ വരുന്നുണ്ടോ? അല്ല, എല്ലാം ബേസിക്കലി കുടുംബ സിനിമകളാണ്. അതിൻ്റെ ഒരു പാറ്റേൺ മാറിയെന്നേ ഉള്ളൂ. അല്ലാതെ ഇപ്പൊ ഈ ഓസ്ലർ എന്നുള്ള സിനിമ എടുത്തുള്ളൂ, ഞെട്ടിക്കുന്ന കാഴ്ചയാണ്. നിങ്ങൾ ഇതിനെ കണ്ടു കാണും. ഇന്നലെ സെക്കൻഡ് ഷോയ്ക്ക് ഫസ്റ്റ് ഷോ തൊട്ട് എന്തോരം ഫാമിലികളാണെന്നറിയാം. ഫുൾ ഒരു കുടുംബ സിനിമയ്ക്ക് വരുന്ന ഫാമിലിയാണ്
എല്ലാവരും ഇന്ന് തന്നെ ബുക്കിംഗ് ഉള്ള എല്ലാം ഓൾമോസ്റ്റ് ഫുള്ളായിട്ടുള്ളത് മുഴുവൻ ഫാമിലി ക്രൗഡാണ്. അപ്പം അത് ഇന്ന് സിനിമ വേറെ രൂപത്തിലേക്ക് മാറിയതേ ഉള്ളൂ. എന്തൊരു ഇമോഷണൽ ആയിട്ടുള്ള സിനിമയാണ് ഇതും. ഒരു നല്ല കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കഥ പറയുന്ന കഥ തന്നെയല്ലേ. ചേട്ടാ ഇപ്പോൾ ജയറാമേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഫാസിൽ ഉൾപ്പെടെയുള്ള സംവിധായകർ ജയറാമേട്ടനായിട്ട് പടം ചെയ്യാത്തതിന്റെ കാരണം ഇദ്ദേഹമായിട്ട് ഒരു സിനിമ ചെയ്താൽ തുടരെ എല്ലാ സിനിമകളും ഇദ്ദേഹമായിട്ട് ചെയ്യേണ്ടി വരും, അങ്ങനെ ഒരു കുഴപ്പമുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഈ ഓസ്ലറിന്റെ തുടർന്നുള്ള പതിപ്പുകളല്ലാതെ ഒരു ജയറാം വിധു മാനുവൽ ഈ പറഞ്ഞ ആട് പോലെയോ അല്ലെങ്കിൽ ഈ ആന്മരിക കൽപ്പന പോലെ എന്റർടൈനർ ആ സ്വഭാവമുള്ള സിനിമകൾ കൂടി അദ്ദേഹമായിട്ട് ചേർന്നുണ്ടാക്കണം. ഒരു ബുക്കിംഗ് അവരാ എനിക്ക് കൊടുത്തിരിക്കുന്നത്. ജയറാമേട്ടർ വെച്ച് കോമഡി ഫ്ലേവറുള്ള സിനിമ ചെയ്യുക എന്നുള്ളതല്ല എന്നാണ്. അത് അദ്ദേഹം ഒരുപാട് ചെയ്തിട്ടുണ്ട്. വളരെ പ്രഗത്ഭരായ എഴുത്തുകാരുടെയും പ്രഗത്ഭരായ സംവിധായകരുടെയും കൂടെ നമുക്ക് മറക്കാൻ പറ്റാത്ത സിനിമകൾ അദ്ദേഹം സമ്മാനിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ട്രാക്കിലേക്ക് ഞാൻ കയറി അത്തരം സിനിമകളോട് മത്സരിച്ച നടപടിയാവില്ല. അപ്പം എനിക്ക് പറ്റുന്ന, എന്നെ കൊണ്ടെടുത്താൽ പോകുന്ന, എൻ്റെ കംഫർട്ട് സോണിലേക്ക് എനിക്ക് ചെയ്യാൻ പറ്റുന്ന കോമഡി അല്ലാത്ത സിനിമകൾ അദ്ദേഹത്തെ വെച്ച് ഞാൻ ചെയ്യും. അപ്പോൾ അതാണ് എൻ്റെ ഒരു ആഗ്രഹം. കണ്ടിട്ടില്ലാത്ത ജയറാമിനെ പോസ്റ്ററിൽ വന്ന പോലെ മറ്റൊരു രൂപത്തിൽ ഭാവത്തിൽ അവതരിപ്പിക്കും. അപ്പോൾ അത് തീർച്ചയായും 100% ഉണ്ടാവും. ഒരു റൈറ്റർ എന്ന രീതിയിൽ ഇപ്പൊ ഏറ്റവും അധികം പീക്കിൽ നിൽക്കുന്ന ഒരാളെന്നുള്ള രീതിയിലാണ് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ മിഥുൻമാനെ പറ്റി സംസാരിക്കുന്നത്. മിഥുൻമാൻ സിനിമ ആയതുകൊണ്ട് ടിക്കറ്റ് എടുക്കാം അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. അപ്പം ശരിക്കും ആ ഒരു റൈറ്റർ ഏറ്റവും ഒരു ടോപ്പ് നോച്ചിൽ നിൽക്കുന്ന റൈറ്റർ എന്നുള്ള പ്രിവിലേജ് എടുത്തുകൊണ്ടാണോ മമ്മൂക്കയെ പോലെ ഒരാളെ പ്രതിനായകനാക്കാനുള്ള തീരുമാനം? ഒരിക്കലും ഞാൻ പറഞ്ഞില്ല, ആ കഥ വളരെ യാദൃശികമായിട്ട് അദ്ദേഹത്തോട് പറഞ്ഞതാണ്. വളരെ യാദൃശികമായിട്ട്. അപ്പം അദ്ദേഹം എന്നോട് ചോദിച്ചു ഞാൻ ചെയ്യട്ടെ. അത് പറഞ്ഞ ബാധ്യതയാവെന്ന് പറഞ്ഞതും എല്ലാം അക്ഷരം പ്രതി സത്യമാണ്. പിന്നെ ഇദ്ദേഹം എൻ്റെ ചെവി തിന്നാൻ തുടങ്ങി. ഞാൻ വെറുതെ ഒന്ന് സൂചിപ്പിച്ചപ്പോൾ ഇദ്ദേഹം എൻ്റെ ചെവി തിന്നാൻ തുടങ്ങി. ചുറ്റും നിന്നവരൊക്കെ ചെവി തിന്നാൻ തുടങ്ങി. എനിക്കാണ് പേടിച്ചിട്ട് പാടില്ലായിരുന്നു. കാരണം അത് നമുക്കറിയാമല്ലോ, ആ ഒരു വേഷത്തിലേക്ക് മമ്മൂക്കയെ പോലത്തെ ഒരു വലിയ ആള് വരുമ്പോൾ ആ സിനിമയുടെ തന്നെ കോൺസെപ്റ്റേ മാറിപ്പോകും, അതിൻ്റെ ക്യാൻവാസേ മാറിപ്പോകും. അത് ഞാൻ അങ്ങനെ ഇതിനു മുമ്പ് അങ്ങനെ വലിയ ആർട്ടിസ്റ്റുകൾ വെച്ച് സിനിമ ചെയ്തിട്ടുള്ള ഒരാളല്ല. അപ്പോൾ അതിൻ്റെ ഒരു ഭയം എനിക്ക് എന്തായാലും ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരും പറഞ്ഞ് നമുക്ക് കൊണ്ടുവന്ന് നോക്കാം എന്ന് പറഞ്ഞു. ഇപ്പം അത് ആ സിനിമയുടെ ഏറ്റവും ക്രിട്ടിക്കലായിട്ടുള്ള ഡിസിഷൻസിൽ നന്നായി മാറുകയും ചെയ്തു. അതിനകത്ത് ഞങ്ങളെല്ലാവരും ഭയങ്കര സന്തുഷ്ടരാണ്. പിന്നെ പീക്കിൽ നിൽക്കുന്ന റൈറ്റർ അങ്ങനെയൊക്കെ പറയുമ്പം എൻ്റെ ഒരു ഫിലിമോഗ്രാഫി എടുത്ത് നോക്കിയാൽ ഇഷ്ടംപോലെ പരാജയങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ചിലത് ഈ പറഞ്ഞ പോലെ ശരിയാവും, ചിലത് ശരിയാവില്ല, ചിലത് നന്നാവും, ചിലത് നന്നാവില്ല. ഞാൻ അങ്ങനെ ഇനിയും ഇഷ്ടംപോലെ സിനിമകൾ ചെയ്യും. ഒരു അടുപ്പിച്ചൊരു 4-5 പൊട്ടിയിട്ട് പ്രേക്ഷകൻ വീട്ടിൽ പോടാ എന്ന് പറയുന്നത് വരെ സിനിമ ചെയ്യാമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം അതിൽ ചിലത് വർക്കൗട്ടാവും, ചിലത് വർക്കൗട്ടാവും. ഞാൻ അങ്ങനെ തന്നെ പോകാനാണ് ആഗ്രഹിക്കുന്നത്. അല്ലാതെ വിജയങ്ങൾ മാത്രമേ എൻ്റെ കരിയറിൽ ഉണ്ടാവൂ എന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നുമില്ല, ആഗ്രഹിക്കുന്നുമില്ല. കാരണം ഫസ്റ്റ് പടം പൊട്ടിയിട്ട് തിയേറ്ററിൽ നിന്ന് കരഞ്ഞുകൊണ്ടിറങ്ങി പോകേണ്ടി വന്ന ഒരാളാണ്. അപ്പം അതിൽ തന്നെ തുടങ്ങിയതുകൊണ്ട് അങ്ങനത്തെ പ്രതീക്ഷകളുടെ ഭാരമൊന്നും എന്നെ ഭയപ്പെടുത്തില്ല. എനിക്ക് എന്നെക്കുറിച്ച് അങ്ങനത്തെ വലിയ അമിത പ്രതീക്ഷകളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആ രീതിയിൽ സേഫാണെന്നാണ് വിശ്വസിക്കുന്നത്. ഈ നമ്മൾ ഈ ചെറുപ്പകാലം അഭിനയിച്ച ഒന്നിനൊന്നിന് പറയാതിരിക്കാൻ തീർച്ചയായിട്ടും ഇവരെങ്ങനെയാണ് കണ്ടെത്തിയത്? എനിക്ക് തോന്നുന്നു ചിലവരൊക്കെ ഇത് തന്നെ ചെയ്തിരിക്കുകയാണ്. ഇവരുടെ ചെറുപ്പം നമുക്കൊന്ന് കണ്ടെടുത്ത് നോക്കിയാൽ അങ്ങനെ തന്നെ ഉണ്ട് അല്ല ജയറാമേട്ട? അത് കൃത്യമാണ്. അതെങ്ങനെയാണ് ഇവരെ കണ്ടത്? അതിന് ഞാൻ നന്ദി പറയേണ്ടത് ഇതിൻ്റെ ക്രിയേറ്റീവ് ഡയറക്ടർ പ്രിൻസ് ജോയി എന്ന് പറയുന്ന ആളാണ്. അപ്പോൾ പ്രിൻസ് എൻ്റെ കൂടെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. അതിനുശേഷം അദ്ദേഹം ഇൻഡിപെൻഡൻസ് അനുഗ്രഹീതനാരണി എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്തു. അപ്പോൾ അവൻ്റെ അടുത്ത എഴുത്തുകെട്ടം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞത് കുറച്ച് വലിയ സിനിമ വരികയാണ്, ആശാൻ്റെ കൂടെ ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞ് അവനെ പിടിച്ചുകൊണ്ട് വന്നു. കാസ്റ്റിംഗ് മൊത്തം അവൻ്റെ മണ്ടയ്ക്കോട്ട് ഇട്ട് കൊടുത്തു. അവനിങ്ങനെ ഓരോരുത്തരെ വെച്ച് തപ്പി പിടിച്ച് ഇവരാരെയും ഒരാളെപ്പോലും എനിക്ക് പരിചയമുള്ള ആളുകളോ ഞാൻ കാസ്റ്റ് ചെയ്ത ആളുകളോ അല്ല. അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റ് പ്രിൻസിനുള്ളതാണ്. അപ്പോൾ ഓരോരുത്തരെ കൊണ്ട് കാണിക്കും, ചേട്ടാ ഇത് മതിയോ, ഇത് ഓക്കെ ആവും, ഞാൻ ഇത് ഓക്കെ ആവും, അല്ലെങ്കിൽ അത് ഓക്കെ ആവും. അത് എസ്വർണോ പറയേണ്ട ഒരു ഉത്തരവാദിത്തം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. ഇവരൊക്കെ ഓരോരുത്തർ എൻ്റെ ഫ്ലാറ്റിൽ വന്ന് കണ്ട് അങ്ങനെ പ്രിൻസ് കൊണ്ടുവന്ന ആളുകളാണ് ഇവരെല്ലാവരും. വർക്ക്ഷോപ്പ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? നമ്മൾ കാര്യങ്ങൾ നന്നായി ബ്രീഫ് ചെയ്ത് കൊടുത്തു. പിന്നെ പ്രിൻസ് ഇടം വലം തിരിയാൻ സമ്മതിക്കാതെ ചെവിയിൽ ഭീഷണികളും തെറിവിളികളായിട്ട് ഇവിടെ പുറകെ തന്നെ ഉണ്ടായിരുന്നു. വധഭീഷണി വരെ ഉണ്ടായിരുന്നാണ് എനിക്ക് പിൽക്കാലത്ത് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് അവർ പിന്നെ ജീവന്മാരുടെ പോരാട്ടമാണെന്ന് അറിയാം. കാരണം ഇത്രയും വലിയൊരു സിനിമ വരുമ്പോൾ പെർഫോമൻസ് ഒരു ഇഞ്ച് പുറകോട്ട് പോയി കഴിഞ്ഞാൽ ശ്രദ്ധിക്കപ്പെടാതെ പോകാതിരിക്കാനുള്ള എല്ലാ സാഹചര്യമുണ്ട്. അപ്പോൾ അത് അവർ ഉൾക്കൊണ്ട് അവർ ചെയ്യുന്നു. അവർ ഞാൻ പറഞ്ഞില്ല, എനിക്ക് 2 കാലഘട്ടത്തിലും ഗംഭീരമായ ആർട്ടിസ്റ്റുകളെ കിട്ടിയതിൻ്റെ ഒരു ഭയങ്കര സന്തോഷം എനിക്ക് ഈ സിനിമയിൽ അനുഭവിക്കാൻ പറ്റി. അതെ, എന്നെ പോലും വെറുതെ വിടില്ല ഒരു സെക്കൻഡ്. നമുക്ക് പിടിച്ചു നിന്നോണം കേട്ടോ, അങ്ങനെ നിന്നോളണം അവസ്ഥ.
സെറ്റിലൊരു തമാശ പറയാൻ പോലും സമ്മതിക്കില്ലേ? തമാശ പറയാം, മതി മതി മതി, ഹോസ്റ്റൽ 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 ഹോസ്റ്റൽ. അല്ലേ, വേറെ ബുക്കിംഗ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല. അതെ, ബാക്കി ഇപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന തെലുഗു തുടങ്ങാൻ പോകുന്ന കന്നഡ ദർശന്റെ കന്നഡ പോയി അതൊക്കെയാണ്. എത്രയും പെട്ടെന്ന് ഒരു ബുക്കിംഗ് വരട്ടെ. സിനിമ സൂപ്പർ ഹിറ്റിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ 100-ാം ദിവസമൊക്കെ ആഘോഷിക്കാനുള്ള ഭാഗ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. ആ സന്തോഷത്തിൽ ഒരു നല്ല ഡയലോഗ് നടന്മാരെ ഞാൻ കൊണ്ടുവരും. ചെണ്ടവട്ടാണ് പറയുള്ളൂ, ഒരു സന്തോഷം പങ്കുവയ്ക്കും. അതെ അതെ എടുക്കണം. சார் உங்களை மாதிரி பாட்ட சொல்றேன். சொல்லுங்க. അദ്ദേഹത്തിന്റെ സൗണ്ട് ഗംഭീരം ഭയങ്കരമാണ്. അതൊരു സന്തോഷം കൂടെ ആവുള്ളൂ. விமர்சனம் கூட நிறைய படங்கள்ல படத்துக்கான கடைசி அந்த அந்த இப்போ மிதுன்மார் அப்படி சொல்ற மாதிரி இல்லை, நீங்க கூட சொன்னீங்க அந்த செப்பு செப்பு ஹோட்டல்லாம் வேலை பண்ணல. ஆமா, அவருக்கு என்ன சொல்லுவோம், தமிழ்ல என்ன சொல்லுவோம்? செப்பு செப்புன்னு சொல்லுவோம். அப்படின்னா இந்த நம்ம இங்க இந்த குங்குமம் இல்லையா, இந்த குங்குமம் தெரிஞ்சு இந்த திருநீர்லாம் போட்டு வைக்கிறது செப்பு தான், அது செப்பு தான். അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ ഞാൻ അവിടെ തിയേറ്റർ വെച്ചിട്ട് പോകുന്നത് എല്ലാവരും കൂടി. അപ്പോൾ ഇനി ഞങ്ങൾ സിനിമയുടെ ഒരു വിജയാത്രയായിട്ട് അദ്ദേഹം പുറപ്പെടുകയാണ്. വന്ന എല്ലാവർക്കും ടീം അബ്രഹാം ഹോസ്റ്റലിന്റെ വക ഒരുപാട് തരാം തരാം. പറയല്ലോ.